ദൈവഭയവും ആരാധനയും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടും ഒറ്റ ദിവസം പോലും ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം പിതാവ്. അതുപോലെ തനിക്ക് ലഭിച്ചതിലൊക്കെ ദൈവത്തിന് കൊടുക്കുമായിരുന്നു. മധ്യസ്ഥത പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. മധ്യസ്ഥത പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം, ലോകത്തിനു വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിച്ച ദൈവം ഒരു കൂട്ടുകാരനെ പോലെ എബ്രഹാത്തിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം കൊടുക്കുന്നു. അതുപോലെ അദ്ദേഹം ഒരു നല്ല പ്രവാചകനായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ കാര്യം ഇദ്ദേഹത്തിന്റെ വേറൊരു ഗുണമാണ്. എന്താണെന്നറിയാമോ? ഹീലിംഗ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവിൽ എന്താണ് തടസ്സങ്ങൾ, അതായത് സൗഖ്യമാക്കാൻ ക്രിസ്തുവിൽ സൗഖ്യമാക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാൻ പോവാം. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതങ്ങളിലും എന്തുണ്ട്? രോഗം, പ്രയാസം ഒക്കെ എപ്പോഴും വരും. വീട്ടിൻ്റെ അകത്ത് എപ്പോഴും പനിയും, ചിലപ്പോൾ തീരാത്ത ക്യാൻസറും, ചില സമയത്ത് തീരാ രോഗങ്ങളും ഒക്കെ വരിക. നമ്മുടെ കർത്താവ് രോഗിയായിരുന്നു, ആണോ? നമ്മുടെ ദൈവം, നമ്മുടെ യേശു രോഗിയല്ലായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എബ്രാഹത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ നിന്ന് മരുന്ന് കുപ്പിയൊക്കെ പോകണോ വേണ്ടായോ? അത് ലോകത്തിലുള്ള എല്ലാ മരുന്ന് കുപ്പിയും നമ്മുടെ വീട്ടിൽ വേണം. അതെന്നാ ഇതാ, ചില വീടുകളിൽ ലോകത്തിലെ എല്ലാ മരുന്ന് കുപ്പിയും ഉണ്ട്. ഒറ്റ കുപ്പി പോലും പാടില്ല. എല്ലാ മരുന്ന് കുപ്പിയും വീട്ടിൽ നിന്ന് പോകണം. യേശുവിനെ അറിഞ്ഞ മക്കള് പൂർണ്ണ സൗഖ്യമുള്ളവരാണ്. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാണ്. ഒരു ബാധയും അവന്റെ കൂടാരത്തിൽ അടുക്കയില്ല. വിശ്വസിക്കുന്നുണ്ടോ? അതോ ഞാനിങ്ങനെ രോഗിയായി തളർന്ന് അവസാനം വലിഞ്ഞ് മരിക്കും? ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ട് വന്നിട്ട് എന്നാ കാര്യം? അങ്ങനെയല്ല ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്നത്. എബ്രാഹത്തിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളായ നമുക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആരാധിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ മന്ദിരം രോഗമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ഈ മന്ദിരം എപ്പോഴും ആരോഗ്യമുള്ളതായി, ശക്തിയുള്ളതായി ഇരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രാഹത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? പഴയ നിയമ എബ്രാഹം, അവൻ നല്ല വാർദ്ധക്യത്തിൽ കാലസമ്പൂർണതയിൽ അവൻ തന്റെ ജനത്തോട് ചേർന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് അവൻ മരിച്ചു പോയില്ല. ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് എടുക്കപ്പെട്ടു പോയില്ല. നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് മരിക്കാനുള്ളതല്ല, അവരായസോടുകൂടി ഇരിക്കാനുള്ളതാണ്. അത് ശവടൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്? എൻ്റെ ഭാര്യയുടെ ചെറുപ്പകാലത്ത് മധ്യത്തിൽ മരിക്കണം, എൻ്റെ ഭർത്താവ് മരിക്കണം, എൻ്റെ മക്കളെല്ലാം മരിച്ച് അങ്ങനെ വീടൊരു ശാപഗ്രസ്തമാകണമെന്ന് ഭൂമിയിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരും ആഗ്രഹിക്കുന്നില്ല. എബ്രാഹിമിന്റെ മക്കളൊക്കെ നല്ല ജീവനോടെ ഇരുന്നു. എബ്രാഹിം ജീവനോട് ഇരുന്നു. എബ്രാഹിമിന്റെ ഭാര്യ ജീവനോട് ഇരുന്നു. എബ്രാഹിമിന്റെ തലമുറകൾ ജീവനോട് ഇരുന്നു. നമ്മളോട് പറയുക, പുതിയ നിയമത്തിൽ പറയുക, എബ്രാഹത്തിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചിരിക്കുന്ന നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളവരെല്ലാവരും കരമുയർത്തുകയും അത് ഇന്ന് ഏറ്റെടുക്കുക. ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകാൻ. ഈ ആഴ്ച ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ? രോഗമായിട്ട് വീട്ടിലിരിക്കരുത്. ഹീലിംഗ് ഒബ്സ്റ്റക്കിൾ, അതിൽ ചില തടസ്സങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ അടിക്കടി നമ്മളിൽ വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? രോഗം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രോഗം വരുന്നുണ്ട്. പല രീതിയിലും വേദനയും പ്രയാസവും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ നാം അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. രോഗവും തളർച്ചയും വേദനയും ഒക്കെ ആണെങ്കിൽ നമുക്ക് ആരാധിക്കാൻ പോലും വരാൻ പറ്റുന്നില്ല. ശരീരം സൗഖ്യവും ബലമുണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാനും ദൈവവചനം പ്രസംഗിക്കാനും ഒക്കെ എനിക്കും സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം. അതുമായിട്ടുള്ള ഈ എബ്രാഹത്തിന്റെ ജീവിതവുമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു വേണം പോകാനായിട്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 20:7.
ഉൽപ്പത്തി പുസ്തകം 20:7. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. ഇതൊരു കാര്യം നിങ്ങൾക്കറിയാം. ഈ സംഭവം എന്താണെന്ന്, ഈ എബ്രാഹിം പിതാവിന് ഒരു കുഴപ്പമുണ്ട്. ഇച്ചിരി പേടിയുള്ള ആളാണ്. എവിടെ പോയാലും ഭാര്യയെ എന്തെന്നേ പറയത്തുള്ളൂ, പെങ്ങളാന്നേ പറയത്തുള്ളൂ. അവളോട് പറയുന്നത് എന്താണെന്നറിയോ, നീ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞോണം, അല്ലെ എന്നെ ഈ നാട്ടുകാർ കൊല്ലും, നിനക്ക് അത്രയും സൗന്ദര്യമാണ്, അതുകൊണ്ട് നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം പെങ്ങളാന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു. ഫറവോന്റെ അടുത്ത് പോയപ്പം ഇതുപോലെ പറഞ്ഞ് പെങ്ങളാണെന്ന് പറഞ്ഞ അവസാനം ദൈവം ഫറവോനെ പിടിച്ചു. അവിടുന്ന് ഫറവോൻ പറഞ്ഞിട നീ എന്നോട് ഇങ്ങനെ കളത്തിലും പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞ് സമ്പത്തൊക്കെ കൊടുത്ത് വിട്ടു. എന്നാൽ പിന്നെ അന്നുകൊണ്ട് പിന്നെ പരിപാടി നിർത്തിയില്ല. അടുത്ത രാജാവായ അബീമേലെക്കിന്റെ അവിടെ ചെന്നു. അപ്പോഴും പറഞ്ഞു പെങ്ങളാണെന്ന്. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും ഭാര്യയെ പറ്റി എന്തേ പറയത്തുള്ളൂ, പെങ്ങളാണെന്നേ പറയുള്ളൂ. ഇപ്പൊ അബീമേലെക്കിന്റെ അവിടെ വന്നപ്പം അയാൾ വിചാരിച്ചു രാജാവ്. അബീമേലെക്ക് എന്ന് പറഞ്ഞത് അന്നത്തെ രാജാവിന്റെ ഒരു തലക്കെട്ട ഏതാ ഈ അബീമേലെക്ക്. അപ്പൊ അബീമേലെക്ക് പറയുകയാണ് അവളെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വളരെ സൗന്ദര്യമാണല്ലോ, ഇത് ഇത്രയും പ്രായമായിട്ടും ഭയങ്കര സൗന്ദര്യമാണ് ഈ പെണ്ണിന്. അപ്പൊ ഇതിനൊട്ട് അതിനെ പിടിച്ചോണ്ട് വരാൻ പറ്റും. അപ്പൊ പെങ്ങളാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ എന്നാ സംഭവിച്ചെന്നറിയോ, ദൈവം അബീമേലെക്കിനെ പിടിച്ചു. അന്ന് പിടിച്ചു പറഞ്ഞു നീ ഒരു കാര്യം പറയുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. അവനോട് പറയുക, ആ സ്ത്രീയെ നീ വേഗം വിട്ടേക്കണം, കാരണം അവൾ ഒരു പ്രവാചകന്റെ ഭാര്യ. നീ വിടാനായിട്ട് മടിച്ചാൽ നിന്നെയും കൊല്ലും, നിന്റെ കുടുംബക്കാരെയും കൊല്ലും. ഇവൻ പറയുക ഇതെന്തൊരു കഷ്ടമാണ്, എന്നോട് പെങ്ങളെന്ന് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജാവാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിയല്ല, ആണോ അല്ലേ? അവൻ വല്ല തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തില്ല. ദൈവം പറഞ്ഞു തെറ്റ് ചെയ്തോ ഇല്ലയോ ഒന്നും പ്രശ്നമല്ല, ഇവൻ എൻ്റെ പ്രവാചകനാണ്, അവൻ്റെ ഭാര്യയെ തൊട്ടാൽ നിന്നെയും കൊല്ലും, നിന്റെ കുടുംബക്കാരെ മുഴുവനും കൊല്ലും. അങ്ങനെയുണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തിന് ഇത്രയും വീര്യം പഴയ നിയമ വിശ്വാസിയായ എബ്രാഹത്തോടുണ്ടെങ്കിൽ പുതിയ നിയമ വിശ്വാസിയെ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയും ഇല്ലേ? ഒന്നും മിണ്ടുന്നില്ല. അതെന്നാന്നറിയാം മിണ്ടാത്തത്? വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെന്നു. പഴയ നിയമകാലത്ത് ഇല്ലേ, ആത്മാവ് ഉള്ളിലില്ലാതിരുന്ന സമയത്ത് എബ്രാഹത്തോട് ദൈവത്തിന് ഇത്രയും കരുതലും, എബ്രാഹത്തിന്റെ ഭാര്യയോട് ഇത്രയും കരുതലും, മറ്റവൻ തെറ്റ് ചെയ്തിട്ടും ഇവനെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഞാനും നീയും ആരാണെന്നാ ചോദിച്ചത്? നല്ലൊരു ഹല്ലേലൂയ പറയാൻ ശരിയല്ലേ പറഞ്ഞു? എത്രമാത്രം കരുതലായിരിക്കും നമ്മുടെ മേലുള്ളത്. എന്നിട്ട് അവനോട് പറഞ്ഞ എന്നാണെന്നറിയോ? അബീമേലെക്കിനോട് ദൈവം പറഞ്ഞത്, ദൈവം രാത്രിയിൽ സന്ദർശിച്ചിരിക്കുക, വീട്ടിലെ മുഴുവനും ഒരെണ്ണം പ്രസവിക്കത്തില്ല, ആകെ കൂടെ വേദനയാണ്. അതോടൊപ്പം തന്നെ പറയുകയാണ്, ആ വ്യക്തി നീ ഇവളെ പറഞ്ഞു വിടണം. ഒന്ന് കണ്ടീഷനാണ്. രണ്ട്, അയാള് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തൊരു കഷ്ടം! എന്നാൽ ആ വ്യക്തി വേണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതൽ കിട്ടും. ആ വ്യക്തി പ്രാർത്ഥിച്ചില്ലെങ്കിലോ നീയും കുടുംബവും മരിച്ചു പോകും. പക്ഷെ എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്! ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? പ്രാർത്ഥിക്കാനുള്ള ഇവിടെ നമ്മുടെ സഭയിൽ പല സഹോദരിമാരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ആ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേർന്ന് ഒരു ആമേൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്കും കൊള്ളാം, അല്ലെ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മഹത്വം ഇപ്പൊ കേൾക്കുന്നത്. ഈ എബ്രാഹത്തും പ്രാർത്ഥിച്ചാൽ അബീമേലെക്കിനെ ഞാൻ
വിടുതൽ കൊടുക്കും. എബ്രാഹിം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവനും അവന്റെ കുടുംബവും മരിച്ചു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദേശത്തിന് അനുഗ്രഹമാണോ അല്ലയോ? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അനുഗ്രഹമാണോ അല്ലയോ? ദേശത്തിന് വിടുതലാണോ അല്ലയോ? നോർത്ത് ഇന്ത്യയില് അവിടെ ആൾക്കാർ ക്രിസ്ത്യാനികളെ എല്ലാം തല്ലിക്കൊല്ലുന്നു എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഒരാൾ കണ്ടോണ്ടിരിക്കുക, എബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സത്യദൈവമായ യേശു നോക്കിക്കൊണ്ടിരിക്കുക. ഈ സംഭവം ഇത് നിസ്സാര കളിയല്ല, ഇത് തീരോടാണ് കളിക്കുന്നത്. ഇന്ത്യ രാജ്യമേ ഓർത്തുകൊള്ളണം, ഇത് തീരോടാണ് കളിക്കുന്നത്. നിസ്സാരമല്ല ദൈവമക്കളെ, ഇറങ്ങി വരും. ഏത് രാഷ്ട്ര തലവനായിരുന്നാലും ആരാണ് ഇതിന്റെ പിന്നിലെങ്കിലും അതിനെ കത്തിച്ച് ചാപ്പലാക്കുവാൻ കഴിവുള്ളവരെ യഹോവയാ നാം സേവിക്കുന്നത്. തക്ക സമയമാകുമ്പോൾ അവൻ ഇറങ്ങി വരും. അവിടെ ഒന്നുമില്ലാത്ത എബ്രാഹത്തോട് കരുണ കാണിക്കാമെങ്കിൽ ചങ്കിലെ ചോരയാൽ ക്രിസ്തുവിന്റെ നാമത്തെ നോർത്ത് ഇന്ത്യയിൽ ഉയർത്തുന്ന മക്കളുടെ ദേഹത്തിൽ തൊട്ടവന് ഒന്നുകിൽ അവൻ അനുസരിച്ച് യേശുവിന് കീഴ്പ്പെടും, ഇല്ല എങ്കിൽ അതിൻ്റെതായ ഭയാനകരം എത്ര വലുതെന്ന് നമ്മുടെ കണ്ണിന് നമ്മൾ കാണും. കർത്താവ് എഴുതി വെച്ചിരിക്കുന്നില്ലേ, സഭ പണിയുന്നത് റോബിച്ചായനോ ഇവിടുത്തെ ബിഷോപ്പുമാരൊന്നും അല്ല, സഭ പണിയുന്നത് യേശുവാ പണിയുന്നത്. യേശുവോടെ പറഞ്ഞു വെച്ചെന്തോ, ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഹോളി ട്രിനിറ്റി സഭയെ പണിയുന്നത് അച്ചായനോ വേറെ ആരുമല്ല, ഇത് പണിയുന്നത് ക്രിസ്തുവാണ്. ഇതിനെ തകർക്കാൻ കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിക്കളയുന്നത് ദൈവം തന്നെ. അവന്റെ കുടുംബത്തെ നാം അവശേഷമാക്കുന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ കർത്താവ് തന്നെയായിരിക്കും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. യേശു പറയാം, നീ പ്രതികാരത്തിന് പോകണ്ട, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. എന്തായിരിക്കും ദൈവം പകരം വീട്ടാൻ തുടങ്ങിയാൽ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല. യേശു പറഞ്ഞു വിശ്വാസികളെ നോക്കിയിട്ട്, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് മറക്കല്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുന്നതില്ല. അത് പറഞ്ഞത് കള്ളത്തരമല്ല, അത് സത്യമാണ്. അത് സത്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഉയരുന്ന ദൈവസഭ പടർന്ന് പന്തലിച്ച് അത് കേരളം, ഇന്ത്യ, ലോകത്തിലേക്ക് പോകുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ലേ? ഇല്ല. ഞാൻ എന്റെ സഭയെ പണിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് ഇച്ചിരി എന്തെങ്കിലും വട്ടുണ്ടായിട്ടില്ല നമ്മളിവിടെ ആക്കി ഈ ചൂടിന്റെ കീഴിലാക്കി വെച്ചിരിക്കുന്നത്. ഊമവിഗ്രഹങ്ങളെ ആരാധിച്ച എബ്രാഹത്തെ വിളിച്ചു വേർതിരിച്ചതുപോലെ നമ്മെയും ഇവിടെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. എന്തിനാണെന്നറിയാം? തമാശ കാണാൻ വേണ്ടി വിളിച്ചിരിക്കുകയല്ല, നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്യിച്ചിട്ടേ കർത്താവ് അടങ്ങും. കാരണം അതിന് പ്രതിജ്ഞാബദ്ധൻ നമ്മളാരുമല്ല, യേശു തന്നെയാണ്. ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഇവിടുത്തെ 37 വാർഡും ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഈ താലൂക്കും ഈ ഡിസ്ട്രിക്റ്റും ഈ ഇന്ത്യയും കർത്താവ് പിടിച്ചിരിക്കും. കർത്താവ് തന്നെ രാജ്യം സ്ഥാപിക്കും. വിശ്വസിച്ചാൽ നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഈ അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേൽ വയ്ക്കും. യുവതി യുവാക്കന്മാർ പ്രവചിക്കും, ദർശനങ്ങളെ കാണും. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ പറയുകയാണ്, പഴയ നിയമത്തിലെ എബ്രാഹിം ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ വിടുതൽ വരും. പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിന്റെ അകത്തെ പ്രസവിക്കാൻ നിൽക്കുന്ന പെൺകൊച്ചുങ്ങളെല്ലാം പ്രസവിക്കും, വേദനകൾ മാറും. ഇതെല്ലാം ഈ എബ്രാഹിം പ്രാർത്ഥിച്ചു. ആദ്യത്തെ വേദപുസ്തകത്തിലെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. എല്ലാവരും പറഞ്ഞ, ആരെങ്കിലും ചോദിച്ചാൽ പറയണം. വേദപുസ്തകത്തിൽ പറഞ്ഞേ,
ആദ്യമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് എബ്രഹാം പിതാവ്. ഇവിടുന്ന് പോകുമ്പോൾ അതെങ്കിലും ഒന്ന് പഠിച്ചോണ്ട് പോകണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണേ, ആരാ ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? പറയുന്നേ യേശുവാണോ പ്രാർത്ഥിച്ചത്? പിന്നെ ആരാ? എബ്രഹാം പിതാവ്. എന്തുകൊണ്ടാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അവൻ വിശ്വാസികളുടെ പിതാവ്. വിശ്വാസികളുടെ പിതാവ് ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യത്തെ പ്രവാചകന ആരാ? എബ്രഹാം പിതാവ്. അപ്പൊ ഒത്തിരി ഒത്തിരി ഗുണവിശേഷങ്ങളൊക്കെ ആർക്കുണ്ട്? എബ്രഹാം പിതാവിനുണ്ടെങ്കിൽ ആ ഗുണവിശേഷമെല്ലാം നമുക്കുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്തെല്ലാം ഗുണവിശേഷങ്ങൾ എബ്രാഹത്തിലുണ്ടോ ആ ഗുണവിശേഷം എല്ലാം നാമും നമ്മുടെ കുടുംബവും അനുഭവിക്കണം. ഇല്ലേ, നമ്മുടെ കുഞ്ഞ് രോഗിയായി കിടക്കുമ്പോൾ കൈകാലി കടിച്ച് എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളം വെക്കുകയില്ല. അധികാരത്തോടുകൂടെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും അധികാരമുണ്ട്. ഈ അധികാരം എടുത്ത് അതിനെ പ്രാർത്ഥിച്ചാൽ, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി തന്നെ ഇങ്ങനെ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തെ ബാധിച്ച പനിയുടെ ആത്മാവെ വിട്ടുവാ, എന്റെ കാലിന്റെ വേദന യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ എന്ന് ഞാൻ പ്രാർത്ഥിക്കും, ശാസിക്കും. കാരണം ഈ അധികാരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അധികാരമുള്ളവൻ എന്റെ ഉള്ളത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ അധികാരത്തോടെ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ സഭയിലെ എന്റെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ അധികാരത്തോടെ പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. ഇത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കൾക്കും ഈ അധികാരം ദൈവം നൽകുന്നു. അപ്പൊ ഇതിനെ പ്രാർത്ഥിച്ച് ചില തടസ്സങ്ങൾ വരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? നമുക്കൊരു സമയമുണ്ട് കേട്ടോ. എല്ലാവരും സൺഡേ സ്കൂളാ 1 മണിക്ക് അടുത്ത് വരെ നിർത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഇപ്പൊ ഒന്നും നിർത്തത്തില്ല. അത് 1 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോഴേ നിർത്തുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇരുന്ന് പഠിക്കുക നല്ലത്. ഹല്ലേലൂയ. അവിടെ ഇവിടെ ഒന്നും നോക്കിയിരിക്കാതെ ദൈവദാസൻ പറയുന്ന വചനം ശ്രദ്ധയോടെ പഠിക്കുക. കാരണം എല്ലാവർക്കും എപ്പോഴും രോഗം, എല്ലായിടത്തും എപ്പോഴും അസ്വസ്ഥതകളാണ്. എന്താ പറയാൻ? ഞാൻ പനിയായിരുന്നു. എന്തായിരുന്നു? എൻ്റെ കുഞ്ഞിന് തീരെ മേല. എന്താണ്? ഈ രോഗത്തിൽ മരിക്കുമെന്നാ തോന്നുന്നു. എല്ലായിടത്തും പ്രശ്നമുള്ള രോഗം. അപ്പൊ ആ രോഗത്തെ കുറിച്ചായി സംസാരിക്കുന്നു. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ അത് പഠിക്കണം. ആരാധിച്ചത് നല്ല കാര്യം. പക്ഷെ രോഗമുണ്ടല്ലോ, രോഗം പോകുന്നില്ലല്ലോ, അസ്വസ്ഥതകൾ മാറുന്നില്ലല്ലോ, ദാരിദ്ര്യം പലതും വിടുന്നില്ലല്ലോ, സാമ്പത്തിക ക്ലേശങ്ങൾ മാറുന്നില്ലല്ലോ. ഇതെല്ലാം അനുഭവിക്കുന്ന വ്യക്തിയല്ലേ എബ്രാഹാം. എബ്രാഹത്തിന്റെ ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, ആയുസ്സും ആരോഗ്യവും കൊടുത്തു, രോഗമില്ലായിരുന്നു. ഇതെല്ലാം നമുക്ക് ക്രിസ്തുവിൽ അനുഭവിക്കരുത്. വേണോ വേണ്ട? വേണമെന്നുള്ളവരല്ലേ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നടക്കാതിരിക്കുന്ന എന്താണെന്നുള്ളത് തടസ്സം. ഈ തടസ്സത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനം 5:15. യാക്കോബിന്റെ ലേഖനം 5:15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇപ്പൊ കേട്ടോ, ഒരു വാക്യം കേട്ടോ, യാക്കോബ് പറയുന്നത് നമ്മളോട് പറയുക. ആരുടെ പ്രാർത്ഥന? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസികളായ എബ്രാഹാം അമാലേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കർത്താവ് സൗഖ്യം കൊടുത്തില്ലേ? നമ്മുടെ പേര് വിശ്വാസി എന്നല്ലേ ഇവിടെ പറയുക. വിശ്വാസിയെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ, രോഗിയെ സൗഖ്യമാക്കും. അല്ലേ? എന്നിട്ട് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കർത്താവ് അവനെ രോഗത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പൊ അബീമേലെക്കിന്റെ പാപം ആരാ ക്ഷമിച്ചു കൊടുത്തത്? ആര് പ്രാർത്ഥിച്ചിട്ടാ ക്ഷമിച്ചത്? എബ്രാഹാം പ്രാർത്ഥിച്ചു. എബ്രാഹാം പ്രാർത്ഥിച്ചു, ദൈവമേ അവനോട് ക്ഷമിക്കും. അപ്പൊ നമുക്കും ഒരു ഇതില്ലേ, മറ്റുള്ളവരുടെ കുറവുകളെ, പാപങ്ങളെ
കർത്താവേ നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സാധിക്കുമില്ല. നമുക്കെതിരായിട്ട് ഒരു വ്യക്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് വേണ്ടി ക്ഷമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് വിടുതലും ആശ്വാസം ദൈവം കൊടുക്കും. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഇപ്പൊ രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പുതിയ നിയമത്തിൽ പറയുകയാണ്, ആ വ്യക്തി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നീതിമാന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവൻ രോഗിയാണെങ്കിൽ ദൈവം അവന്റെ രോഗക്കിടക്കയെ മാറ്റിയിരിക്കും. മാത്രമല്ല, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പാപം ദൈവം ക്ഷമിച്ചു. ചില്ലറ അധികാരമല്ലോ ആണോ നമ്മുടെ കയ്യിൽ? അധികാരം ഉണ്ടോ ഇല്ലയോ? അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അബീമേലെക്ക് നീ പാപം ചെയ്തു. ഇനി ചോദ്യം, അബീമേലെക്ക് പാപം ചെയ്തോ? ഇല്ല. പക്ഷെ അബീമേലെക്ക് ആരോടാ പാപം ചെയ്തത്? ദൈവം ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മൾ എപ്പോൾ പാപം ചെയ്താലും, അറിഞ്ഞായാലും അറിയാതെ ആയാലും, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു പോലും കാണത്തില്ല, അത് പാപമാണ്. ഇപ്പൊ ഞാൻ ഒരാളെ വിഷമിപ്പിച്ചു, പക്ഷെ ആ ആള് എനിക്കറിയത്തില്ല, എന്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം വന്നു. ശരി, പക്ഷെ ദൈവം പറയുക, ഞാൻ റോബിനെ നിന്നോട് എനിക്ക് വിഷമമാണ്. നീ പറഞ്ഞ വാക്കിൽ വേറൊരാൾ എന്ത് ചെയ്തിരിക്കുന്നു? വിഷമിച്ചു. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അറിയാതെയും അറിഞ്ഞും അറിയാതെയും. കാരണം ആ വിഷമം അദ്ദേഹത്തിന് വരുമ്പം അത് ദൈവം മുമ്പാകെ അത് പാപമായി കണക്കില്ല. അപ്പൊ ഈ പാപം എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമുക്കിപ്പോ ഒരാളോട് വഴക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും, ഇയാളോട് ഞാൻ വഴക്കടിച്ച് പാവം. പക്ഷെങ്കിൽ ഞാൻ വഴക്കടിക്കാതെ തന്നെ ഒരാൾക്ക് എന്നോടും യേശു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആർക്കെങ്കിലും നിങ്ങളോട് ഒരു പകയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നീ ആരാധനയെല്ലാം മാറ്റി വെച്ചിട്ട് ആ ആളിനോട് പോയിട്ട് ആദ്യം നിരക്കാൻ. നമുക്കൊരു അറിവ് വന്നില്ല എന്നാണ് ഇത്. അറിവ് വന്നില്ലെങ്കിൽ നമുക്ക് ഇത്രയും പറയാൻ പറ്റത്തുള്ളൂ, കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ നിന്റെ മുമ്പാകെ ഞാൻ വന്നുപോയ കുറവുകൾ എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. ഇവിടെ അബീമേലെക്ക് ഇപ്പൊ എത്തില്ല, അറിയാതെ ഒരു പാപം ചെയ്തിരിക്കുക. എന്താ പാപം ചെയ്തത്? എബ്രാഹത്തിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടുവന്നത് പറയാണ്, അവനൊരു പ്രവാചകനാണ്, അവൻ ആ പെണ്ണ് വേറൊരാളിന്റെ ഭാര്യയാണ്. നീ എനിക്കെതിരായിട്ട് പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിപ്പോ എന്ത് ചെയ്തിരിക്കുന്നത്? ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ നീ പാപം ചെയ്യുന്നത് എബ്രാഹത്തോട് മാത്രമല്ല, എപ്പോഴെങ്കിലും ഒരു പാപം നമ്മൾ ചെയ്യുന്നെങ്കിൽ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ്, നമ്മൾ ഏത് പാപം ചെയ്താലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് ദൈവത്തോടായിരിക്കും. അപ്പൊ നമ്മളത് വളരെ സൂക്ഷ്മതയായിരിക്കണം. നമ്മൾ ചില സമയത്ത് രോഗം മാറുന്നില്ല, വീട്ടിലെ ദാരിദ്ര്യം മാറുന്നില്ല, പിള്ളേർക്കൊരു അനുഗ്രഹമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും പാപം ഉണ്ടെങ്കിൽ ആ പാപം എന്നോട് ക്ഷമിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ആരാധിച്ചാലും ഇവിടെ കിടന്ന് എന്തെല്ലാം ചെയ്താലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളെ കൊണ്ടു പോകും. മരിക്കുന്നവരെ ആ ചെറ്റക്കുടിലിൽ കിടക്കും. മരിക്കുന്നവരെ ആഹാരവുമില്ല, പിള്ളേർക്കും ഒരു അനുഗ്രഹമില്ല, ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് എബ്രാഹത്തെ പറ്റി പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്താണ് എബ്രാഹത്തിൽ നിന്ന് പഠിക്കുന്നത്? അബീമേലെക്കിന്റെ ജീവിതത്തിൽ ദൈവം ഒരു ശാപം കൊണ്ടുവരാൻ പോവാ. അബീമേലെക്ക് ആ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. അവൾ ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. നീ അവളെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ദണ്ഡിപ്പിച്ചു കൊല്ലും എന്ന് പറയുക.
അപ്പോൾ പാപം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിനെതിരായി ഉള്ളതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പാപം എപ്പോഴും ആർക്കെതിരായുള്ളതാ? ദൈവത്തിനെതിരായുള്ളതാ. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തോട് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് അങ്ങനെ നമ്മൾ ഈ കത്രിമേശ എടുക്കാൻ പറ്റത്തില്ലേ? അപ്പൊ നമ്മൾ എന്തോ പറയുന്നത്? കത്രിമേശ എടുക്കുമ്പോ യേശുവിനോട് നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റുപറയും. അല്ലാതെ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ചിലര് രോഗികളാവും, വിശ്വാസികളോടാണ് പറയുന്നത്. ചിലര് രോഗികളാവും, ചിലര് മരിച്ചു പോകും, ചിലർ അപകടത്തിൽപ്പെടും. ഇതെല്ലാം സംഭവിക്കും. പക്ഷെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു കർത്താവിന്റെ രക്തം നമുക്കുണ്ടെന്ന് മനസ്സിലെ യേശുവിന്റെ രക്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും കഴുകി നമ്മളെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. ഇവിടെ ദേവദാസം നിന്നുകൊണ്ട് എല്ലാ ആദ്യം ഞായറാഴ്ചയിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം യോഗ്യപ്പിച്ചാലും ചെയ്യും. എല്ലാ പ്രസംഗമാണ് ചെയ്യുന്നത്? ആരാധനയാണോ? അല്ലല്ലോ. എന്താ പറയുന്നത്? കത്രിമേശ ദിവസമാണ്. എല്ലാവരും വല്ല കുറവുകൾ വല്ലതും ഉണ്ടെങ്കിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ രോഗസൗഖ്യത്തിന് എന്തെങ്കിലും തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കാൻ. കാരണം എന്താ? നമ്മൾ ഓരോരുത്തരും ദൈവകൃപയിൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആരാ? നമ്മുടെ പേര് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതിന് നമ്മൾ വല്ലതും മുടക്കിയോ? അത് സൗജന്യമായിരുന്നു. നമ്മൾ ഇന്ന് മരിച്ചാൽ എവിടെ പോകും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരോട് ഹല്ലേലൂയ പറഞ്ഞു. പക്ഷേ രോഗം മാറുന്നില്ലല്ലോ. അതാ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നു. ഇപ്പൊ പഠിപ്പിക്കുന്ന മനസ്സിലായോ? ആ കാര്യമല്ല, സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്ന മക്കളെല്ലാം കൂടെ ഇവിടെ പറ്റി ഈ യേശുവിനെ നമ്മള്. പക്ഷെ രോഗിച്ചായ ഞങ്ങളിവിടെ ആരാധിച്ചെങ്കിലും രോഗം അങ്ങോട്ട് മാറുന്നില്ലല്ലോ. രോഗിച്ചായ ഞങ്ങളുടെ വീടിനൊരു ഗതി വരുന്നില്ലല്ലോ. രോഗിച്ചായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ഗതി വരുന്നില്ലല്ലോ. രോഗിച്ചായ ഞങ്ങളുടെ ജീവിതത്തിന് എന്തോ തടസ്സമുണ്ടല്ലോ. അതാ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അത് മാറ്റിയെടുക്കാനാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അല്ല സ്വർഗത്തിൽ പോകാൻ കാര്യമില്ല. സ്വർഗത്തിൽ പോകാനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന യേശുവാണ്. അതിന് നമ്മളൊന്നും ചെയ്തിട്ടല്ല. നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുക, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമ്മെ നീതീകരിച്ചതും നമ്മെ വിശുദ്ധീകരിച്ചതും നമ്മെ തേജസ്കരിച്ചതും വേറെ ആരുമല്ല, കൃപ ഒന്ന് മാത്രം. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. അത് ദൈവം സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്ന. എന്നാൽ അങ്ങനെ മാത്രമേ ഇരുന്നാൽ പോരല്ലോ. നമ്മുടെ ജീവിതം എല്ലാറ്റിലും നീ ശുഭമായും സുഖമായും ഇരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാറ്റിലും നീ എങ്ങനെ ഇരിക്കണം? സുഖമായും ശുഭമായും ഇരിക്കണം. അതിന്റെ തടസ്സങ്ങൾ മാറ്റാൻ ഇവിടെ ഇപ്പൊ യാക്കോബ് പറയുക, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ കുറവുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെ? വിശ്വാസിയുടെ നീതിമാന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവന്റെ പാപത്തെ ക്ഷമിക്കുകയും അവന് രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എല്ലാവർക്കും പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യയായാലും ഭർത്താവായാലും പിള്ളേരായാലും വെല്ലിപ്പച്ചനായാലും വെല്ലിയമ്മയായിരുന്നാലും ആരായിരുന്നാലും വളരെ ശ്രദ്ധയായിരിക്കണം. അച്ഛായ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണല്ലോ, ഞങ്ങൾ സ്നാനപ്പെട്ടല്ലോ, ഞങ്ങൾ കത്രിമേശകൾ എല്ലാം നല്ലതാണ്. പക്ഷെ വീടിനകത്തെ ഗതികളൊന്നും മാറുന്നില്ല. വീട്ടിലെ ഗതികളും രോഗവും എല്ലാം ഒന്ന് മാറണ്ടേ? എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ എല്ലാ കുപ്പിയ മരുന്ന് കുപ്പി വീട്ടിൽ നിന്ന് പോകട്ടെ. എല്ലാ മരുന്നൂപ്പി ഇറക്കി വിടണം. കാര്യം എന്താ? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പറഞ്ഞ ബാക്കി ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ബലഹീനതയും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ബലഹീനതയും ഉണ്ടായിരിക്കാൻ പാടില്ല. കാര്യം നമ്മൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൃപയുടെ മക്കളാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വെരി ഗുഡ്.
ഇനി നമ്മൾ 20:20 ഇത് കേട്ട് പോകണം കേട്ടോ. ഇവരുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ആരെ? ഈ അബീമേലെക്കും എബ്രാഹവും സാറായി, ഇവരുടെ കാര്യമായി പറയുന്നത്. അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ മുഴുവനും വലച്ചു. എന്റെ ജോലിച്ചായ തെറ്റ് ചെയ്താൽ ആ ആളിനെ മാത്രം ശിക്ഷിച്ചാൽ പോലെ. ഇപ്പൊ ഇവിടെ തെറ്റ് ചെയ്യുന്നത് അബീമേലെക്കല്ലേ? അബീമേലെക്കല്ലേ സാറായും കൊണ്ട് വന്നത്? അപ്പൊ പിന്നെ ആർക്ക് കഴിച്ചാൽ മതി? അബീമേലെക്കാണ് ഇവനെ ഇവിടെ ഭാര്യയായിട്ട് എടുക്കുന്നത്. അപ്പൊ അടി ആർക്ക് കൊടുക്കണം? പക്ഷെ അടി അബീമേലെക്കിനല്ല, മൊത്തം കുടുംബത്തെ അടിച്ച് തകർക്കാൻ പോവാ. തകർക്കുകയല്ല, കൊല്ലാൻ പോവുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? കുടുംബനാഥ, ഇങ്ങോട്ട് കേട്ടേ, കുടുംബത്തിന്റെ നാഥ, കുടുംബത്തിന്റെ ആ ഭാര്യയെ നീ ഒരു തെറ്റ് ചെയ്താൽ നീ മാത്രമല്ല കുടുംബത്തിൽ തകരുന്നത്, നിന്റെ ഭർത്താവും നിന്റെ മക്കളും ആ കൂട്ടത്തിൽ പോകും. ഭർത്താവ് തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളോട് അനുഭവിക്കുന്നത്. മനസ്സിലായ എന്ത് പറയണ? പാപത്തിന്റെ കട്ടി എത്ര വലുതാണെന്നറിയോ? പാപം എന്ന് പറയുന്ന വിഷം ഭയങ്കരമാണ്. ഞാൻ ഒരു പാപം ചെയ്തു, മര്യാദക്കാരനായിട്ട് ഞാൻ വീട്ടിലിരുന്നാൽ ദൈവം എൻ്റെ ഭാര്യയെയും കൊല്ലും, എൻ്റെ മക്കളെയും കൊല്ലും. അതായി പറഞ്ഞു വരുന്നത്. എത്ര കട്ടിയാൻ നോക്കി. അബീമേലെക്ക്, നീയാണ് തെറ്റ് ചെയ്തത്, പക്ഷെ ഞാൻ നിന്നെയും കൊല്ലും, നിന്റെ കുടുംബത്തിനകത്ത് എത്ര ഉണ്ടോ ഈ എല്ലാത്തിനെയും കൊന്നുകളയും. അതാണ് നമ്മുടെ ദൈവം. സൂക്ഷിച്ചോണെ, ക്രിസ്തീയ ജീവിതം നിസ്സാരമല്ല. തൊഴിൽത്തേര സഭയിലേക്ക് വരുമ്പോൾ പറയാ, ഞാൻ ഉൾപ്പുകളെയും നിലവുകളെയും അറിയുന്ന ദൈവം. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ നീ സഭയ്ക്കകത്ത് കൊണ്ടു നടക്കുന്നുണ്ട്, അവളെയും കൊല്ലും, അവളുടെ കൂടെ ശയിക്കുന്നവരെയും അവളുടെ മക്കളെയും. പഴയ നിയമമല്ല ഞാൻ ഈ പറയുന്നത്, പുതിയ നിയമം. കൊന്നുകളെ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പാടിയ പോരാ, വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം. നമ്മൾ പാടാറുണ്ടല്ലേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, വരുവതിൽ താമസം. വിശുദ്ധിയെ ഒരുങ്ങി നിൽക്കാം, തന്റെ വാഗ്ദത്തങ്ങൾ ഒരുങ്ങീട, തന്റെ വാഗ്ദത്തം ഇവിടുന്നൊക്കെ നമുക്ക് ഒരു കാര്യം പിടികിട്ടി. എന്തോ? രോഗത്തിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? പാപം. ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കണം. കാരണം നിഷ്പാപകാല യുഗത്തിൽ എന്തില്ലായിരുന്നു? രോഗമില്ല. അടുത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ആദമിനെ അവയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്തില്ലായിരുന്നു? രോഗം എപ്പോഴാണ് തുടങ്ങിയത്? പാപം ചെയ്തപ്പോഴാണ്, അല്ലേ? അവർ നിഷ്പാപകാല യുഗത്തിൽ രോഗത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴവർ പാപം ചെയ്തോ അതിനുശേഷമാണ് രോഗം കടന്നു വന്നത്. ഈ പാപമെന്ന ഈ വിഷം എത്ര ശക്തമാണെന്നറിയാം? എത്ര ശക്തമായിട്ടാ ഇത് കുടുംബത്തിന്റെ അകത്തും വ്യക്തികളിലും എല്ലാം വ്യാപിക്കുന്നത്. അതിൻ്റെതായ ശാപം അതുണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസികളായ നാം കാണാത്ത മട്ടിൽ അത് നടക്കല്ലേ. ഇപ്പൊ പാപം എന്ന് പറയുന്നത് നമുക്ക് രോഗത്തിൽ നമ്മളെ ബന്ധിച്ചു വരും. ഉൽപ്പത്തി 20:18 വായിച്ചേ. അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. 18 മാത്രമാണ്, അത്രയേ ഉള്ളൂ. അതിന്റെ 1-2 വായിച്ച 20.
20:1. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയെ സാറായെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. കേട്ടോ, ഇവൻ പറഞ്ഞു നടക്കുന്ന വാക്ക് കേട്ടല്ലോ. എന്താ പറഞ്ഞു നടക്കുന്ന ദൈവമകൻ? ഇവിടെ എന്റെ പെങ്ങളെന്ന് പറയും. ഗരാർ രാജാവായ അബിമേലെക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബിമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇവൾ പെങ്ങളാവുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എന്റെ ആങ്ങളെയെന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാവുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. പാപം ചെയ്യുന്ന ആരോടാ? നമ്മൾ ഏത് പാപം ചെയ്താലും ദൈവത്തോടാ. നീ എന്നോട് പാപം, നീ ഹൃദയപരമാർത്ഥതയോടെ ചെയ്തു, പക്ഷെ നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ അത്രേ ഞാൻ വന്ന് നിന്നെ തടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് വേഗം എന്ത് ചെയ്യണം? അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തില്ലെങ്കിൽ നിന്നെയും കൊല്ലും, നിന്റെ കുടുംബാംഗങ്ങളെയെല്ലാം ഞാൻ കൊന്നുകളയും. എത്ര ഭയങ്കരമാണ്! നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ എന്നല്ലേ പറഞ്ഞേ? അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, പാപമാണ് രോഗത്തിന് കാരണം. രണ്ട്, ഒരു പാപം നമ്മൾ ചെയ്താൽ നമ്മൾ മാത്രമല്ല അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടത്, നമ്മുടെ കുടുംബം മുഴുവനും അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും. അവരെല്ലാം അതിനകത്ത് പെട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവദാസനായ ഞാൻ ഒരു പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ആ ദൂഷ്യം നിങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടി. സഭ നടത്തുന്ന ദൈവദാസൻ മോശക്കാരനായ ഒരു ദൈവദാസനാണെങ്കിൽ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ മേലും അതിൻ്റെതായ അനുഗ്രഹമല്ല, ഈ തെറ്റ് ചെയ്യുന്ന ദൈവദാസന്റെ ആ പാപത്തിന്റെ ആ അനുഭവം നിങ്ങളുടെ മേലും വരും. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്തുള്ള കാര്യം. നോക്കിക്കേ, പാപം എവിടെ വരെ കയറി ചെല്ലുന്നു നോക്കിക്കേ. കുടുംബത്തിന്റെ അകത്തോട് കയറി ചെല്ലുന്നു. ദൈവദാസന്മാർ സഭയ്ക്കൊരു നാശമായിട്ട് തീരുന്നു. ക്രൈസ്തലോ കണ്ട തോന്നിവാസം പെണ്ണുങ്ങളുടെ പുറകെല്ലാം നടന്ന് ഞാനിവിടെ വന്ന് നിങ്ങളോട് അപ്പമൊക്കെ മുറിച്ച് തന്ന് തോന്നിവാസ രീതിയിൽ നടക്കുകയാണെങ്കിൽ നീ സഭയ്ക്കും അനുഗ്രഹമായിരിക്കത്തില്ല, നിങ്ങൾക്ക് അതൊരു ശാപമായിരിക്കും. അപ്പോൾ അതെല്ലാവരെയും ബാധിക്കും. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പഴയ നിയമകാലത്ത് ഒരു പാപം ചെയ്തു. മിരിയാം എന്ന് പറയുന്ന വ്യക്തി എന്താ പാപം ചെയ്തത്? മിരിയാം സംഖ്യാപുസ്തകം വന്നുകൊണ്ടില്ല, മോശക്കെതിരായി പിറുപിറുത്തപ്പം ദൈവം അവർക്ക് എന്ത് കൊടുത്തു? കുഷ്ഠം കൊടുത്തു. കുഷ്ഠം കൊടുത്തോ? മിരിയാമിന്റെ ദേഹം എന്തായി കൊടുത്തു? അതിന്റെ അനന്തരഫലം ആരെ അനുഭവിക്കുന്നത്? ദൈവം പറഞ്ഞു, ഇനി ഇവിടുന്ന് ആരും പോകണമെന്ന്, എല്ലാവരും അവിടെ. അവരുടെ കുഷ്ഠം കഴിയുന്നത് വരെ, പ്രാചിത്വം എത്തിക്കുന്ന വരെ ഈ ദൈവമക്കൾ മുഴുവൻ മലിനമാണ്. മരുഭൂമിയിൽ വലഞ്ഞു പോയില്ലേ? പോട്ടെ, വേറൊരു പാർട്ടി ഉണ്ടല്ലോ, അയാളുടെ പേരെന്തോ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന യോശുവയുടെ പുസ്തകത്തിൽ ആഖാൻ എന്ന് പറയുന്ന വ്യക്തി, അവന്റെ തെറ്റെന്തായിരുന്നു? അവനോട് പറഞ്ഞു, യെരിഹോ പട്ടണം ആക്രമിക്കുന്ന സമയത്ത് അവിടെ ഉള്ളതിനെ എല്ലാം ഉന്മൂലനാശം ചെയ്യുന്നു. ഈ മിടുക്കൻ മാത്രം എന്നാ ചെയ്യുന്നറിയോ? മിസ്രൈമി അങ്കിയും വെള്ളിക്കട്ടിയും സ്വർണ്ണക്കട്ടിയും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പാത്തു വെച്ചു. എന്താ സംഭവിച്ചത്? അവര് പിന്നെ രണ്ടാമത് ആയിയെ ആക്രമിക്കാൻ ചെന്നപ്പോൾ 32 ഇസ്രായേൽ മക്കളും മരിച്ചുപോയി. ഒരുത്തന്റെ തെറ്റ് പിന്നെ ചീട്ടിന്റെ എടുത്തപ്പോഴാണ് കണ്ടത് ആളാരാണ്. നിങ്ങളുടെ ഇടയിൽ പാപമുണ്ടല്ലോ, കർത്താവേ 32 പേരെ എങ്ങനെ മരിച്ചു? ഇതിനകത്ത് പാപമുണ്ടെന്ന്. ഇതിനകത്ത് സഭയ്ക്കകത്ത് പാപമുണ്ടെങ്കിൽ അവർ ആരാണെന്ന് അറിയത്തില്ലല്ലോ. അവനെ ചീട്ടിട്ട് പിടിച്ചവർ എല്ലാവരെയും കൂടെ ചീട്ടിട്ടപ്പോൾ ഒരുത്തന്റെ ചീട്ട് വീഴും.
അവന്റെ പേരെ ആക്കാൻ അവസാനം അവനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോഴാണ് ദൈവത്തിന് സമാധാനമായത്. ബാധ വിട്ടു. ഒരുത്തന്റെ തെറ്റ് സഭ മുഴുവനും അസ്വസ്ഥപ്പെടുക. 1 തിമോഥെയോസ് 21 അധ്യായത്തിൽ ദാവീദ് പാപം ചെയ്തു. എന്തുവാ സംഭവിച്ചു? സഭ മുഴുവൻ ബാധ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ. അവസാനം പരിഹാരം കണ്ടപ്പോഴാ ബാധ നിർത്തലാക്കിയത്. ഇവിടെ നമ്മൾ 2-3 പേരുടെ പേര് പറഞ്ഞു. ആരുടെയോ? ഒന്ന് നമ്മൾ അബീമേലെക്കിനെ പറഞ്ഞു, അതിനുശേഷം മിരിയാമിനെ പറഞ്ഞു, അതിനുശേഷം ആഖാനെ പറഞ്ഞു, ദാവീദിനെ പറഞ്ഞു. ഇവരെല്ലാം പാപം ചെയ്യുമ്പോൾ അവർ മാത്രമല്ല അനുഭവിക്കും, ആ ദേശം മുഴുവൻ അതിൻ്റെതായ ശാപം അനുഭവിക്കുക. അപ്പൊ പറയുക അച്ചായ ഇതെല്ലാം അച്ചായ പഴയ നിയമമാണല്ലോ പറഞ്ഞത്, പുതിയ നിയമത്തിൽ വല്ലതും 1 കൊരിന്ത്യർ 12:26 അത് വായിക്കണം. 1 കൊരിന്ത്യർ 12:26. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ഒരവയവം കഷ്ടം അനുഭവിച്ചാൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം മുഴുവനും തകർന്ന തരിപ്പണമാണ്. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ മുഴുവനും അതിൽ സന്തോഷിക്കും. മനസ്സിലായോ? യേശുവിന്റെ ഭാഷയെ പറഞ്ഞാൽ ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും എന്നാ പറഞ്ഞു. ഒന്ന് മതി. അതുകൊണ്ട് ഏശാവിനെ പോലെ എന്താകരുത്, നിങ്ങൾ അഭക്തരാകരുത്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ നിങ്ങൾ ആകരുത്. അവന് പാപത്തിലേക്ക് വീഴുമ്പോ അത് പലരിലേക്ക് പടരുമെന്നായി പറഞ്ഞു. ഒരവയവത്തിന് പാപം ചെയ്താൽ മതി. ഒരാളിവിടെ തെറ്റാക്കി നടന്നാൽ മറ്റുള്ളവരെ എല്ലാം ആ പാപത്തിലേക്ക് വീഴും. ഒരാൾ ഏഷണി പറഞ്ഞ് നടന്നാൽ മതി, സഭ മുഴുവനും അത് മുഖാന്തരം തകർന്ന് തരിപ്പണമാണ്. എല്ലാവരും പാപത്തിൽ വീഴാൻ കഴിയും. സഭയ്ക്ക് തന്നെ ഒരു നാശമായിട്ട് ആ വ്യക്തിയുടെ വരവ് തന്നെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം നമ്മളെ തന്നെ. ആരുടെ കുറ്റം പറയാനോ, ഭർത്താവിന്റെ കുറ്റം പറയാനോ, ഭാര്യയുടെ കുറ്റം പറയാനോ, പാസ്റ്ററിന്റെ കുറ്റം പറയാനോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനോ നിൽക്കരുത്. വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം ജീവിതം. ആണെങ്കിൽ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും, സഭയും അനുഗ്രഹിക്കപ്പെടും. എവിടെ പോയാലും, ഏത് വീട്ടിൽ പോയാലും സഭയുടെ കുറ്റം, ദൈവദാസന്റെ കുറ്റം നിങ്ങൾക്കും അനുഗ്രഹം കിട്ടത്തില്ല, സഭയ്ക്കും നാശമായി. അത് കേൾക്കുന്നവർക്കും ശാപമായി തീരുക. അതാണ് ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പൊളിപ്പിക്കുന്നത്. അതെല്ലാവരെയും ബാധിക്കുക. അബീമേലെക്കിനോട് പറഞ്ഞോ, നീ പാപം ചെയ്തതുകൊണ്ട് നീ മാത്രമല്ല മരിക്കാൻ പോകുന്നത്, നിന്റെ കുടുംബം മുഴുവനും. എന്നാൽ നമുക്ക് ദൈവം ശക്തി വല്ലതും തന്നിട്ടുണ്ടോ? ഇതിൽ നിന്നുള്ള ശക്തി തന്നിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഒരു വാക്യത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? റോമാലേഖനം 6:14. റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ദൈവത്തിന്റെ മക്കളെ, ഇത് വഴികളെ പോയ വയ്യാവേലിയെ വിളിച്ച നിങ്ങൾ കേൾക്കുന്നു. അത് ചെയ്യരുതെന്നായി പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ട് കിട്ടിയോ? എല്ലാവരും വായിച്ച വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല. എല്ലാവരും പുസ്തകം എടുത്ത് നോക്ക്, നല്ല വാക്യമാ, കാണാപ്പാടം പഠിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ. നിങ്ങൾ പറയുന്ന ആരെയെ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന മക്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്തുവാ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് യേശു ക്രിസ്തു നിങ്ങളെ എന്നേക്കുമായി അതിൽ നിന്ന് മാറ്റിയതാണ്. ഇതിലെങ്ങനെ വലിഞ്ഞു കയറുന്നു? ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം മാർക്കും. വഴിയെ പോകുന്ന വയ്യാവേലിയെ പിടിച്ച്, നമ്മൾ പറയത്തില്ലേ, വഴിയെ പോകുന്നതിനെ പിടിച്ച് നമ്മളെത്തി വഴിയെ പോകുന്നതിനെ പിടിച്ച് തോളെ കയറ്റിയിരിക്കും. തോളെ കയറ്റിയിരിക്കാൻ എന്നാ പറ്റും? അത് കൊത്തുമില്ലയോ? അതുകൊണ്ടാണ് പറഞ്ഞത് വഴിയെ പോകുന്നതിനെ പിടിച്ച് തോളെ കയറ്റിയിരിക്കുന്നത്.
കാരണം ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഒരിക്കലായി സകല ശാപക്കെട്ടുകളിൽ നിന്നും സകല പാപക്കെട്ടുകളിൽ നിന്നും അവൻ നമ്മെ സ്വതന്ത്രരാക്കിയതാണ്. അതാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി എല്ലാവരോടും വായിച്ച വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തി. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആരില്ലായിരുന്നു? ഒരിക്കൽ പാപമുണ്ടായിരുന്നു. ആ പാപത്തെ മാറ്റി നിങ്ങളുടെ തലയുടെ മേൽ കൃപയെന്ന് വന്നിരിക്കുക. രക്ഷിക്കപ്പെട്ട മക്കളുടെ തലയുടെ മേലിൽ നിന്ന് തല കൈവിട്ടു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മാറ്റി കൈ ഇങ്ങനെ മാറ്റിയില്ലേ? ഇനി ഇതങ്ങ് മറന്നിട്ട് എന്റെ ഇടത്തെ കൈ വെച്ചിട്ട് പ്രശ്നമുണ്ട്. ഇനി കൃപയെ എടുത്ത് തലയോട് വിട്ടു. ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന എന്തോ കൃപ. അപ്പൊ നിങ്ങളുടെ മേൽ എന്തിന് അധികാരമില്ല? പാപത്തിന് അധികാരമില്ല. അപ്പൊ ഇതൊരു നല്ല കാര്യമാണോ അഴുക്ക് കാര്യമാണോ? യേശു നമുക്ക് വേണ്ടി ചെയ്തത് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടായി. എങ്കിലും നിങ്ങളിലും പാപം ചെയ്യാതിരിക്കാനുള്ള ഇന്ന് ശക്തിയുണ്ട്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകുന്നവരെ പറഞ്ഞു. പക്ഷെ വീട്ടിനകത്ത് ഗതി ഇതുവരെ വന്നില്ലല്ലോ. അതിനുള്ള കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ ഏഷണി ഇവിടെ ഏഷണി പറഞ്ഞ് നടന്നാൽ നിനക്ക് നിന്റെ മക്കൾക്കും കൂടെ കേട്ടില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ മക്കൾ കൂടെ ഗതികേട് എന്നല്ലേ കേട്ടത്? നിനക്ക് മാത്രമല്ല, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റുന്നില്ല. കാര്യം നീ ദൈവത്തിന്റെ മകളായിരിക്കും, ദൈവത്തിന്റെ മകനാണ്. ഇതൊക്കെ ദൈവം നിന്നോട് ചെയ്ത കർമ്മയാണ്. പക്ഷേ ലോകത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. കടം കയറി മുടിഞ്ഞിരിക്കുക വീട്. പിള്ളേർക്കൊന്നും ഒരു അനുഗ്രഹവും ഇല്ല. എന്താണ് കാര്യം? നീ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്ന് പാപം, രണ്ട് ഒരുത്തന്റെ പാപത്തിൽ എല്ലാവരും അസ്വസ്ഥപ്പെടുക, മൂന്നാമത്തത് പെടുമാറ്റം. ഇപ്പൊ അഭിമേലേഖനോട് എന്താ പറഞ്ഞത്? നീ മരിക്കും. ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് പറയുക, നീ മരിക്കും. നീ മാത്രമല്ല മരിക്കുന്നത്, നിന്റെ മക്കളും. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലല്ലോ? സങ്കീർത്തനം 90-ന്റെ 10-ാം വാക്യം എന്താ പറയുന്നത്? ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. കുറഞ്ഞ പക്ഷം ഇപ്പൊ ഞാൻ ജീവിക്കുന്ന കാലത്ത് വരെ ജീവിച്ചിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് തട്ടിപ്പോകരുത്. അടുത്തിരിക്കുന്ന ആളുടെ പറഞ്ഞു, അച്ചായൻ ജീവിച്ച കാലമെങ്കിലും ഇടയ്ക്ക് വെച്ച് തട്ടിപ്പോകരുത്. ഇടയ്ക്ക് വെച്ച് കൊണ്ടിടുന്നതെന്ന് ചീരഞ്ചത് ഒന്നിൽ ഏറ്റവും കുറഞ്ഞ 70 വർഷം, അല്ലെങ്കിൽ 80. കേട്ടോ? കർത്താവ് വന്നിരിക്കുന്ന ആയസ എല്ലാരും പറഞ്ഞ എത്ര വയസ്സ് വരെ? 70 സംവത്സരം. 70 കുറഞ്ഞത്. അതിനു മുമ്പേ തട്ടിപ്പോകരുത്. കേട്ടോ? കർത്താവ് പറഞ്ഞിരിക്കുന്ന ആയസാണ് 70, ഏറിയാൽ 80. അത് പിന്നീട് അങ്ങോട്ട് ദുഃഖവും പ്രയാസവും. പ്രൈസലോ. അപ്പൊ ആയസ് കാലത്ത് ജീവിച്ചിരിക്കുന്നു. പക്ഷെ എന്താ ഇവിടെ ഉൽപ്പത്തി 20-ന്റെ എന്താ സംഭവിച്ചത്? വായിച്ചത് ഉൽപ്പത്തി 20-ന്റെ 3. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെ. ഉൽപ്പത്തി 20-ന്റെ 3 ആണോ ഈ വായിക്കുന്നത്? ആ കൊച്ചിട്ടത് ശരിയാണോ? 20-ന്റെ 3 ആണോ? എന്നിട്ട് അവൻ മരിക്കും എന്നുള്ള വാക്കാണ്. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ, അന്ന് രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും. നിനക്ക് ആയുസ് തരത്തിലെന്നാണ് പറഞ്ഞത്. വേറെ ലോകത്തിലാണ് ഇവിടെ പറയുകയാണ്. എന്തോ? നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും. അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്നാണ്. നീ മാത്രമല്ല, നിന്റെ കുടുംബാംഗങ്ങളും മരിക്കും. ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് ഞാൻ നിന്നെ എടുത്തു മാറ്റും. അങ്ങനല്ലല്ലോ നമുക്ക് തരുന്നത്. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കൾക്ക് അതല്ലേ കൊടുത്ത്. എബ്രാഹാം എങ്ങനെയാ മരിച്ചെന്നറിയാവോ? വയോധികനും കാലസമ്പൂർണനുമായി വാർദ്ധക്യത്തിലാണ് മരിക്കുന്നത്. ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് ദൈവം നമ്മളെ എടുത്തു കളയത്തില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 യോഹന്നാൻ 1:9. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. ദൈവമക്കളോട് ഈ പറയുന്നത്
നമ്മുടെ ഏത് പാപമെങ്കിലും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. കരങ്ങൾ ഉയർത്തി യേശുവിന് ഒരു സ്തോത്രം പറഞ്ഞേ. ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഒരല്പം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും. ഇപ്പൊ എല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പോൾ ഒരു ആത്മശോധന ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ പലേരി കിടക്കാരനോട് കുസ്തി ഉണ്ടാക്കിയോ, മോളോട് ചെയ്തോ, മോനോട് ചെയ്തോ, ഭർത്താവിനോട് ചെയ്തോ, എല്ലാവരോടും നിരപ്പാണോ, സഭയിൽ എല്ലാവരോടും സ്നേഹമാണോ? നല്ല കടക്കാൻ പോകുമ്പോൾ ഒരാത്മശോധന ചെയ്തിട്ട് വേണം കടക്കാൻ. എന്നിട്ട് പറഞ്ഞ കർത്താവേ, ഞാൻ അവളോട് തെറ്റ് ചെയ്തു പോയി, കയർത്ത് സംസാരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. ആത്മശോധന ചെയ്തിട്ട് വേണം നമ്മൾ കടന്നുറങ്ങാൻ. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും കഴുകി. അത് നമ്മുടെ അനുഗ്രഹത്തിന്, പാപം ഒരിക്കലും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കരുത്. രോഗം വന്ന് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. കുടുംബത്തിനകത്ത് കണ്ടുപിടിക്കണം അതേതാണ്. എസെക്കിയേൽ 36:26 ദൈവം പറഞ്ഞ ദൈവമക്കൾക്ക് നൽകുന്ന വാഗ്ദത്തം എന്താണെന്നറിയോ? എന്താ വാഗ്ദത്തം? വായിച്ചേ. എസെക്കിയേലിന്റെ പുസ്തകം 36:26. എസെക്കിയേൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ പുതിയ ആത്മാവിനെ ആർക്കാ? നമുക്ക് തന്നിരിക്കുന്ന പുതിയ ഹൃദയം, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന്, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. യേശുവിനെ അറിഞ്ഞപ്പം നമുക്ക് തന്നതുണ്ട്. എങ്ങനെയുള്ള ഹൃദയമാണ്? മാംസമായ ഹൃദയം, കല്ലായ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ആവശ്യമില്ലാതെ കട്ടിയാക്കരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയുള്ള ഹൃദയമാണ്? മാംസമായ ഹൃദയം. അടുത്തത് ഇമ്മോറാലിറ്റി, അസന്മാർഗികമായ രീതി. അത് പാടില്ല. 2 രാജാക്കന്മാർ 5:26-27. വേറൊരു പാപമാണ് ഈ നല്ലതല്ലാത്ത അസന്മാർ, ഇമ്മോറാലിറ്റി. അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേൽപ്പാൻ എന്റെ ഹൃദയം നിന്നോട് പോതിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒരുമുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന്. ഒരു ദൈവദാസൻ വലിയ പണക്കൊതിയനായിരുന്നു. ഒരു ദൈവദാസൻ കളിക്കാൻ വന്നു എലീശായെടുത്ത്. ഗേഹസിൻ അവന്റെ പേര്. പണക്കൊതി, പണത്തിലാ നോട്ടം മുഴുവൻ. അവസാനം നയമാൻ സിറിയയിൽ വന്ന സേനാനായകൻ, അവനെ കുഷ്ഠം മാറി വീട്ടിൽ പോകാൻ നേരം ദൈവദാസന് 2-3 ഒട്ടകം നിറച്ച് സ്വർണം വെളിയിൽ കൊടുക്കാൻ പോയി. ദൈവദാസൻ പറഞ്ഞു, ഇവിടെ നോക്കണം. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അടുത്തിരിക്കുന്ന ദൈവദാസന്, ആര്? അസിസ്റ്റന്റ്. അവനെ പണക്കൊതിയന്. അവന് ദൈവദാസന്റെ ഈ നയമാന്റെ പുറകെ പോകുന്നു, എനിക്ക് ചില തരാൻ. അപ്പോൾ ഇത് എലീശായുടെ ആത്മാവ് അവന്റെ കൂടെ പോയി. ഇവനിത് മേടിച്ചോണ്ട് തിരിച്ചു വന്നപ്പം, നീ ഇപ്പൊ എവിടെയാ പോയത്? നീ പോയപ്പോ ഞാനും നിന്റെ കൂടെ വന്നല്ലോ. അവനുള്ള കാര്യം തുറന്നു പറഞ്ഞു. എന്തോ സ്വർണ്ണക്കട്ടിയൊക്കെ അവന്റെ ദൈവദാസന് വേണമെങ്കിൽ പിന്നെ എനിക്ക് വേണമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇതുകൂടെ കൈയോട് കിട്ടുവാൻ. ഏതാ? അവന്റെ കുഷ്ഠം നിന്റെ ദേഹത്തിരിക്കുന്നു. കേട്ടോ? അവന്റെ കുഷ്ഠം. അങ്ങനെ വേഗസ് ജീവിതകാലം മുഴുവൻ കുഷ്ഠരോഗിയായിട്ടുണ്ട്. എന്തൊരു ഗതികളാ നോക്കി. ദൈവത്തിന് അനേക ദൈവദാസന്മാരുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ളത് പണക്കൊതിന്മാർ ആകാൻ പാടിക്കുന്നത്. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, വഴി നടത്തുന്നത്. അങ്ങനെയുള്ള പാപങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തിനെ കുറിച്ചാണ് വാഞ്ചിക്കേണ്ടത്? ആത്മീയമായ വരം. 1 കൊരിന്ത്യർ 14:1. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. എന്തോ നമ്മൾ വാഞ്ചിക്കേണ്ടത്? സ്വർണ്ണക്കട്ടിയാണ്. അതൊക്കെ തന്നെ വന്നോളൂ. ആത്മീയമായി വളരുക, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, പിന്നെ ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും. 12-ാം വാക്യം. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വിശ്വാസിയെ നീ വാഞ്ചിക്കേണ്ടത് എന്തിനാ? പറഞ്ഞേ, ആത്മീയമായി വളരാൻ. ആത്മീയ വരങ്ങളെ വേണം വാഞ്ചിക്കാൻ. ലോകത്തിന്റെ പുറകെ നീ പോകരുത്. ലോകത്തിന്റെ പുറകെ പാടിയാ പോരാ,
ലോകം പാപം പിശാചനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ. പക്ഷെ നടക്കുമ്പോൾ എഴുതിയ പുറകെ ലോകം പാപം പിശാച്, അതിന്റെ പുറകെ പോയി പാട്ട് പാടിയിട്ട് ലോകം പാട്ട് വായിക്കണം അല്ലേ? എങ്ങനെയാ പാടുന്നത്? ലോകം പാപം പിശാച്, ആകെ നടക്കുമ്പോൾ ലോകം പാപം പിശാച്. ഇതിനോട് ടാറ്റ പറയണം കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് ആത്മീയ ഫലങ്ങളെ വാഞ്ചിക്കണം. 1 പത്രോസ് 1:4 വാക്യം. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മളെ പറ്റി പറയാ. അന്ത്യകാലത്ത് ലോകത്തിൽ വെളിപ്പെടുത്ത ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ, രക്ഷയുടെ മക്കളാ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ, വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. സ്വർഗത്തിന്റെ മക്കളാ. ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിലും 4 വാക്യം 4 വായിച്ചല്ലേ? അപ്പൊ നമ്മളെ പുതിയതായി എത്തിയിരിക്കുക. നമ്മളെ ജനിപ്പിച്ചിരിക്കുക. എവിടത്തേക്ക? ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിനായിട്ട്, സ്വർഗീയമായ അവകാശത്തിനായിട്ട്. അപ്പൊ നമ്മുടെ ദൈവമക്കൾ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. കരമടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തേ. നല്ലപോലെ കരമടി ചെയ്യിക്കുന്നു. അപ്പൊ ദൈവമക്കൾ ചിന്തിക്കുന്നത് ദൈവത്തെ. പിന്നെ ഇന്നസെൻസ് ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്തോ? ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ എന്തോ? നിഷ്കളങ്കത ദൈവം പാകെ വിലപ്പോകില്ല. എല്ലാവരും പറഞ്ഞേ, നിഷ്കളങ്കത ദൈവം പാകെ വിലപ്പോകില്ല. ഒരു നിഷ്കളങ്കത പറഞ്ഞല്ലോ, ആരാ? അഭിമേലേക്ക്. വിലപ്പോയോ? പോകത്തില്ല. നിഷ്കളങ്കതയെ കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഞാൻ അറിയത്തില്ല, ഞാൻ അറിയാതെ പാപം ചെയ്തു. നീ അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും ദൈവത്തിനെതിരായ ചെയ്യുന്നു. അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മതയായിരിക്കണം. കാരണം ഇവൻ പറഞ്ഞല്ലോ, 20:4 മുതൽ 6 വരെ. എന്നാൽ അബിമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇവൾ പെങ്ങളാവുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. ഇവൾ പെങ്ങളാകുന്നാണല്ലോ ഈ എബ്രാഹിം എന്നോട് പറഞ്ഞത്. അവൻ എന്റെ ആങ്ങളെ എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ രണ്ടുപേരോട് ഒത്തോണ്ടാ പണി കേട്ടോ. ആരൊക്കെയാ? ഭാര്യയും ഭർത്താവും ഒത്തോണ്ടാ ഈ പണി ചെയ്യുന്നത്. എന്നിട്ട് പോലും ദൈവം ആർക്കും ക്ഷമ കൊടുത്തില്ല. പറഞ്ഞേ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയൊന്നും ആർക്കും പോകത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ പിന്നീട് അടുത്ത വായിച്ച പോയത്, ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തോട് ഏത് പാപവും നീ അവളെ ഭാര്യയാക്കി എടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം അത് നീ എനിക്കെതിരായി പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു. ഞാൻ നിന്നെ ഇപ്പൊ തടുത്തിരിക്കുക. അതുകൊണ്ടാവുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. നമ്മളെ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ഒരു കാര്യം വന്നാൽ നമുക്കാരാ പറഞ്ഞു തരാൻ? നമുക്കാരാ പറഞ്ഞു തരാൻ? അത് യഥാർത്ഥത്തിന് അഭിമേലത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? ദൈവം നമുക്കാരും. ഇവിടെ പറഞ്ഞായിരുന്നല്ലോ ഒരാളെ പറ്റി. ആ ആളിനോട് ചേർന്നിരുന്നാൽ മതി. പറഞ്ഞു അത് വായിച്ചത് നിർത്താൻ പോവാ. യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് അവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ അവരോട് പറഞ്ഞത്. ഇവിടെ പറഞ്ഞില്ലായിരുന്നു ഒരു വാക്യം. ഇവിടെ എന്തായിരുന്നത്? എസെക്കിയേൽ 47:9. എസെക്കിയേൽ 47:9.
എന്നാൽ ഈ നദി ചെന്ന് എന്നാൽ ഈ ചേരുന്നത് പരിശുദ്ധാത്മാവെന്ന നദി ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ചലിക്കുന്ന സകല പ്രാണികളും ജീവനോടിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ വെള്ളം ചെല്ലുന്നിടത്തൊക്കെയും ഏറ്റവും അധികം മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് പഥ്യമായി തീരും. അതവൻ അവർക്കുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചത്. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ അബീമേലെക്കിനോട് സംസാരിച്ച ദൈവം സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയും. എന്റെ കുഞ്ഞുങ്ങളെ, അതിനേക്കാൾ ഉപരിയായി ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. ഈ ആത്മാവിനെ അനുസരിച്ച് നീ നടന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലെല്ലാം എഴുന്നേക്കാം. എല്ലാ കരങ്ങൾ പഠിച്ച് സകല സത്യത്തിലും എല്ലാവരും ചേർന്ന് ഈ കൂടെ വരൂ 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 എന്റെ ഉള്ളിൽ. എല്ലാവരും വന്ന് ആ സ്റ്റാൻസ് വേഗം ഡ്രം അടിക്കുന്നവര്, പാട്ട് പാടുന്നവര് എല്ലാവരും വന്നിട്ട് 2-3 സ്റ്റാൻസ് എല്ലാവരും കരകളടിച്ച് പാടി യോജിപ്പിച്ച് ആശീർവാദം പറഞ്ഞു സ്റ്റേജിലോട്ട് വരിക. ആരാണ് എനിക്ക് എത്ര പേര് ഉണ്ടായിരുന്നു? എല്ലാവരും വരെ. സകല സത്യത്തിലും വഴി നടത്തും സർവ്വഗുരുവായവനേ, ഈ മരുയാത്രയിൽ സരിയാ കൂടെയിരിപ്പവനേ. വരൂ 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 Woo!
പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവരവരുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗ്ഗം പ്രാർത്ഥിക്കാം. നമുക്ക് മഹാപരിശുദ്ധമായ സ്വർഗ്ഗസ്ഥേകളെ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു പ്രാവശ്യം കൂടി കർത്താവേ, ഞങ്ങളെ പാപത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവെ പാപം ചെയ്യുമ്പോൾ ദൈവത്തോടാണ് ചെയ്യുന്നുള്ള വ്യക്തമായിട്ടുള്ള കർത്താവിന്റെ തിരുവചനത്തിൽ കൂടി ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവാൻ ദൈവം ഞാൻ ദൈവദാസനിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ കുറുമ്പുകൾ ഞങ്ങൾക്ക് ക്ഷമിച്ചു തന്നെ കർത്താവിന്റെ ആത്മാവിന് ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. അന്തിമനാളിൽ ഞങ്ങൾ സകല ജനത്തിനു മേലെ ആത്മാവിനെ പകരുന്നതിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനപ്രകാരം ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ തിരുവചനത്തിന് ഇടപ്പെടുത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വരുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തില്ല ആത്മാവിനെ നിങ്ങൾ ബലപ്പെടുത്തണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയുടെ മേൽ ചൊല്ലുന്നവർക്ക് സ്തോത്രം. യേശുവിനെ കടന്നു വന്നിരിക്കുന്ന സകല മക്കളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടിരിക്കുന്നവർക്ക് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വഴിയെത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയെ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മേലും കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ മേലും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുവേ